ഹായ് എവരിവൺ. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുകയാണ്, എന്താണ് അനീഷുമായുള്ള പ്രശ്നം? അനീഷ് നിന്നെ പ്രപ്പോസ് ചെയ്തല്ലോ. അപ്പോൾ അനുമോൾ കൊടുത്തൊരു മറുപടി ഉണ്ട് മക്കളെ. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇന്ന് വന്ന ഏറ്റവും അവസാനം വന്ന ഒരു പ്രൊമോ കണ്ടു നോക്കാം. അതിനുശേഷം അനുമോൾ കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോ ക്ലിപ്പായിട്ട്. അതായത് ഞാൻ ചുമ്മാ അല്ല പറഞ്ഞത്, തെളിവ് സഹിതം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഞാൻ വെച്ച് തരാം. ഓക്കെ, ആദ്യം ഏറ്റവും അവസാനം വന്ന ഒരു പ്രൊമോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇത് ആരാണ് കൂടുതൽ എടുത്ത മുട്ട? അപ്പം എന്തുവാണ് ഇത്? എന്ത് വൃത്തികെട്ട പരിപാടി ഇവര് കാണിക്കുന്നത്? 3 മുട്ട ഉണ്ടോ? ഞാനാണെങ്കിൽ ആപ്പാട് ഒരു മുട്ട കഴിച്ചിട്ടുള്ളൂ. ഉള്ള സമയത്താണെങ്കിൽ എടുത്തു. ആപ്പാട് 8 പേരേ ഉള്ളൂ. ഇവർക്കൊന്നും എന്ത് ഒരു ഇതിൽ നിന്നൂടെ? കാര്യമായിട്ട് വെറും വൃത്തികെട്ട പരിപാടിയെ കാണിക്കും. ഞാനല്ല എന്നാണെങ്കിലോ. എടാ സീരിയസ്ലി ഞാനല്ല കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞെടാ, അത് വേഗം പുഴുങ്ങി കഴിച്ചോ. ഞാൻ ഇവിടെ വെക്കുക, എടുക്കുന്നവൻ മുടിഞ്ഞു പോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വന്നത്. എന്തിനാണ് ഈ ഒരു പ്രൊമോ വെച്ചത്? നമ്മൾ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു വലിയൊരു, അതായത് ലവ് ബ്രേക്കായ നമ്മുടെ അനുമോളുടെയും അനീഷിൻ്റെയും കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചെന്നേ ഉള്ളൂ മക്കളെ. അപ്പോൾ പൊന്നുമക്കളെ, നമ്മൾ രാവിലെ കണ്ടതാണ് അനുമോളും അനീഷും. അതായത് ഈ അനീഷ് അനുമോളോട് ചോദിക്കുന്നു, നിന്നെ ഞാൻ വിവാഹം കഴിക്കട്ടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന പ്രൊമോ കാര്യങ്ങളൊക്കെ വന്നതാണ്. അതിനുശേഷം അനുമോൾ ചെയ്തൊരു പ്രവർത്തി നിങ്ങൾ കാണണം. ഓക്കെ, അതായത് നൂറയോട് അനീഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അനുമോൾ പറയുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. അതിനുശേഷം ലാലേട്ടൻ്റെ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഒരു മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങാൻ സംസാരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് കുറെ എന്തൊക്കെ സംസാരിച്ച ശേഷം പുള്ളി പറഞ്ഞു, അനുമോക്ക് എന്നെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ നല്ല അഭിപ്രായം ചേട്ടാ, ആർക്കും ഇഷ്ടമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. ചേട്ടൻ്റെ സ്വഭാവം ഒരുപാട് മാറ്റം ഉണ്ടായി. ഇതൊക്കെ തോന്നിയില്ലേ? ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ നമുക്ക് പറഞ്ഞു വെച്ചാല് സീരിയസിന്റെ പറഞ്ഞത് നിങ്ങൾ ഓരോ കാര്യം പറയുന്നത് ചിരിച്ചോ? ഞാൻ എനിക്ക് ചിരിക്കുന്നു. എനിക്ക് എന്ത് പറയുന്നു? എനിക്ക് ആദ്യം വർഷങ്ങൾക്ക് ശേഷം ഒരാളെ എന്റെ മുഖത്ത് ഇങ്ങനെ പറയുന്നത്, എത്ര വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഞാൻ എനിക്ക് അത് ചെയ്യട്ടെ ഇവിടെ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ പുറത്തു പോയുള്ള അവസ്ഥ. പൊന്നാര പ്രേക്ഷകരെ, ഇത് നിങ്ങൾ അനുമോളുടെയും അനീഷിൻ്റെയും ഗെയിമായി മാത്രം കണ്ടാൽ മതി. സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് പേഴ്സണലി സാഡാണ് തോന്നുന്നത്. അതായത് അദ്ദേഹം ചമ്മിപ്പോയി. ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് പറയുന്നു, നിലവിൽ ഇങ്ങനെയൊക്കെ ആയിട്ടും അനീഷിൻ്റെ പ്രേക്ഷക പിന്തുണയോ അനുമോളുടെ പ്രേക്ഷക പിന്തുണയോ ഒന്നും കുറഞ്ഞിട്ടില്ല. രണ്ടാളും മികച്ച ഗെയിമറാണ്. മികച്ച രീതിയിൽ രണ്ടാൾക്കും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ മുഖം കാണുമ്പോൾ അനീഷ് അനുമോളോട് ചോദിച്ചപ്പെട്ട് അനുമോളപ്പം പറഞ്ഞല്ലേ മുഖത്ത് നോക്കിയിട്ട്, അതായത് അനീഷേട്ടാ ഞാനിപ്പോൾ കല്യാണത്തിനൊന്നും ചിന്തിക്കുന്നില്ല എന്ന്. പൊന്നാര പ്രേക്ഷകരെ, ഇതിനെ തൊട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുകയാണ്, എന്താണ് അനുമോൾ അനീഷുമായുള്ള പ്രശ്നം എന്താണ്? അപ്പോൾ അനുമോൾ പറയുകയാണ്, അല്ല ലാലേട്ട, അങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ ലാലേട്ടൻ അനീഷിനോട് ചോദിച്ചു. അപ്പോൾ അനീഷ് പറഞ്ഞു, ഞാൻ ചുമ്മാ അങ്ങ് ചോദിച്ചതാണ് ലാലേട്ട, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അനുമോൾ പറയുകയാണ്, ഞാനിപ്പോൾ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ലാലേട്ട. എന്താ അല്ലേ? സത്യം പറഞ്ഞാൽ അനീഷിന് ഈ പണി വേണ്ടായിരുന്നു ഞാൻ പറയാണ്. എന്ത് മികച്ച ഒരു വോട്ടിംഗ് ആയിരുന്നു അനീഷിന് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തിന് വെറുതെ ഇങ്ങനെ ഒരു ഗെയിമിലേക്ക് ചാടിപ്പോയി എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഓക്കെ, പൊന്നാര പ്രേക്ഷകരെ, ഈ വിഷയത്തിൽ ബിഗ് ബോസിന്റെ ഒരു ഉമ്മ, അതായത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ആ ഉമ്മക്ക് എന്താണ് പറയാനുള്ളത് നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, നേരത്തെ പോവാ പിന്നെ വൈകു അനീഷിന് വോട്ട് ചെയ്യണേ. അനീഷിന് വോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥികളൊന്നും തീരുമാനിച്ചില്ലല്ലോ. മീറ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ. പഞ്ചായത്ത് ഇലക്ഷന്റെ കാര്യമല്ല പറഞ്ഞത്. ബിഗ് ബോസിൽ അനീഷിന് വോട്ട് ചെയ്യണമെന്ന് അവര് പറയുന്നത്. അതായിരുന്നോ? നാളെ അനീഷിന് വോട്ട് ചെയ്തിട്ട് വന്നാൽ സൂപ്പർ ഒരു ഓറഞ്ച് ജ്യൂസ് അടിച്ച്. ഓറഞ്ച് ജ്യൂസോ? ഓറഞ്ച് ജ്യൂസ് വന്നാൽ 1 2 വോട്ട് നമ്മൾ ചെയ്യത്തില്ലേ? ഓറഞ്ച് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു. ചുമ്മാ കടയിൽ സാധനം ഇല്ലാത്തത്. നീ പോടാ ഇതേ ഒരു ശരി വൈകു. ഓക്കെ, അവര് ചുമ്മാ പറഞ്ഞ നിങ്ങൾ സീരിയസ് ആക്കി എടുക്കരുത്. ഓടാൻ ഒരു ഓറഞ്ച് ജ്യൂസ് കിട്ടുന്ന കാര്യമല്ലേ? കളിച്ച കാര്യമോ? ഞാൻ എന്റെ മോനെ കൊണ്ട് വോട്ട് ചെയ്യും, മോളെ കൊണ്ട് വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലെന്നോടെ. അതെനിക്കറിയണ്ട. ഞങ്ങൾക്കും വേണം ജ്യൂസ്. ഞങ്ങൾക്ക് ഓരോ ജ്യൂസ് വേണം. ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഞങ്ങൾ വീട്ടിലെ വോട്ട് 1 2 വോട്ട് ഞങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന് ആര് പറയാ? ഞങ്ങൾ അറിഞ്ഞല്ലേ ഇവിടെ അങ്ങോട്ട് വോട്ട് ചെയ്യണം. ജ്യൂസ് അടിക്കുന്നീ ജ്യൂസ് അടിക്കാം. അല്ലാതെ മൂക്കാൻ വേണ്ടി അടിച്ചിറങ്ങും. മിക്സി വേണമാക്കുക ജ്യൂസ്. ഞങ്ങൾക്ക് ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ കാണുന്നത് മില്യൺ കണക്കിന് ആൾക്കാരൊക്കെ. അപ്പോൾ ഇതൊക്കെ അനീഷിനൊരു പോസിറ്റീവാണ്. ഞാൻ അനീഷിനെ പൊക്കി പറയുന്നതല്ല, ഇതൊക്കെ പോസിറ്റീവാണ്. സത്യം പറഞ്ഞാൽ 1 മില്യൺ ആൾക്കാർ കണ്ടെന്ന് വെച്ച്, അതായത് ഇതിൽ പറയുന്നത് അനീഷിന് വോട്ട് ഇടണമെന്നാണ്. ശരി തന്നെയാണ്. നിങ്ങൾക്ക് ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നതെന്ന് തോന്നുന്നത്, അവർക്കാണ് നിങ്ങൾ വോട്ട് ഇടേണ്ടത്. ഓക്കെ, എന്താണ് ഈ വിഷയത്തിൽ ഓണിയൽ സാബുവിന് പറയാനുള്ളത്? ഓണിയൽ സാബു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഫിനാലെ അടുക്കുകയാണ്. അപ്പോൾ ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത?
കൂടുതൽ വിജയ സാധ്യത എന്ന് പറഞ്ഞാൽ എല്ലാവരും അർഹത ഉള്ള ആൾക്കാരാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരുമാണ്. എപ്പോഴുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഗെയിമിൽ ചിലപ്പോൾ നമ്മൾ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ അവരൊരു ഗെയിമറാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പുറത്ത് നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. അതേപോലെ അനീഷായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്, അനുമോളായിട്ട് നല്ല ബന്ധമുണ്ട്, നൂറ, ആദില എൻ്റെ സിസ്റ്റേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ നെവിനുണ്ട്, പാവം, അവന് ഈ പ്രാവശ്യം പണിയൊക്കെ കിട്ടി നിൽക്കുകയാണ്. പിന്നെ ഷാനവാസ്ക, ഒരുപാട് പേരുണ്ട്, സാബുമാനെയും പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ആരടിച്ചാലും ഇവര് അർഹതയുള്ള ആൾക്കാരാണ് ഫുള്ള്. ആരാന്ന് വെച്ചാൽ അവിടെ ഉള്ളത് അവരവരുടെ ഗെയിം കൊണ്ട് മാത്രം ഈ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താ പറയാ, ഓണിയൽ സാബിന് പറയാനുള്ളത് ഇതൊക്കെയാണ് മക്കളെ. എൻ്റെ ഒരു ടോപ്പ് 5 ഞാൻ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ ടോപ്പ് 5 നിങ്ങൾ പറയണം. ഓക്കെ, 1-ാം സ്ഥാനം നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ കൊടുക്കുന്നത് അനുമോൾക്കാണ്. ഓക്കെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അനീഷ് എന്നാണ്. നമുക്ക് അതായത് ഓരോ ദിവസം ഗ്രാഫ് ബിഗ് ബോസ് ആണ്, നേരിയ വ്യത്യാസത്തിലാണ് അനുമോളുടെയും അനീഷിൻ്റെയും ഗ്രാഫ്. അതായത് ഒരു പ്രാവശ്യം അനുമോൾ പൊങ്ങുന്നു, അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ അനീഷ് പൊങ്ങുന്നു. ആ ഘട്ടത്തിൽ ഈ നിമിഷമുള്ളത് 1-ാം സ്ഥാനത്ത് അനുമോള്, 2-ാം സ്ഥാനത്ത് അനീഷ്, 3-ാം സ്ഥാനത്ത് നെവിന്, 4-ാം സ്ഥാനത്ത് നമ്മുടെ ഷാനവാസ്, 5-ാമത് നൂറ. ഓക്കെ, ഇത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഒരു കാര്യം പറയുകയാണ്, മത്സരം അനുമോളും ഈ പറയുന്ന അനീഷുമാണ്. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനീഷ് ഇങ്ങനെ പൊങ്ങുമായിരുന്നു. അനീഷ് ആ പ്രപ്പോസ് ചെയ്ത് ചമ്മിയതിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു മക്കളെ. അടുത്ത വീഡിയോ ഉടൻ വരാം. ഓക്കെ, ബൈ.